സ്വാതി, വിവിധ വിഷയങ്ങളാണ്, വിവിധ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ളത്. ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ, ആലോചന യോഗങ്ങൾ മുന്നോട്ട് പോകുന്നു, ഇതെല്ലാം, അതുപോലെ അലർട്ടുകൾ പിൻവലിക്കുന്നു, ആ പൊതു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? ശരത്ത്, കഴിഞ്ഞ ദിവസം ഏകദേശം രാത്രി 8 മണിയോടെ ആരംഭിച്ചിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ പ്രകോപനങ്ങളും കടുത്ത തിരിച്ചടികൾ തന്നെയാണ് ഇന്ത്യ സൈന്യം നൽകിയത്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ കടുത്ത ജാഗ്രത തുടരുന്നു. ഇപ്പോൾ ചണ്ഡീഗഡിലടക്കം ഒരു സൈറൻ മുഴക്കിയിരുന്നു. സൈനിക താവളം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ആ സൈറൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ആ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് എന്നിപ്പോൾ സൈന്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെയും നിരീക്ഷണം കൂടുതലായി ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അംബാലയിൽ ലഭ്യമായിരുന്നു. അതിനോടകം തന്നെ BSF ജവാന്മാർ ഇപ്പോൾ നൽകുന്ന BSFന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വരുന്ന ചില സ്ഥിരീകരണങ്ങളുണ്ട്. 7ഓളം വരുന്ന ഭീകരരെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ വധിക്കുവാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. പ്രധാനമായും സാംബ ജില്ലയിൽ, ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശമായിട്ടുള്ള സാംബ ജില്ലയിലാണ് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഭീകരർ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും പ്രതിരോധിക്കുവാനും നുഴഞ്ഞുകയറ്റ ശ്രമത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുവാനും BSFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BSF വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ ജാഗ്രത ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. സംയുക്ത സൈനിക മേധാവി അതോടൊപ്പം 3 സൈന്യത്തിന്റെ മേധാവികളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ, ഇപ്പോഴത്തെ അതിർത്തി മേഖലകളിൽ തുടരുന്ന ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് ഏത് തരത്തിലുള്ള തിരിച്ചടികൾ നൽകി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ തന്നെയും പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഇതിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ജാഗ്രത കൂടുതൽ ശക്തമാക്കുന്നു. ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ആക്രമണത്തിൽ, കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി. അതോടൊപ്പം നിരവധി സംസ്ഥാനങ്ങളിലെ അതിർത്തി പങ്കിടുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ഉന്നതതല യോഗങ്ങൾ ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ, അതോടൊപ്പം പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൃത്യമായ സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് ഇപ്പോൾ സേന മുന്നോട്ട് പോകുന്ന ഘട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെയും ഈ ജാഗ്രതയുടെയൊക്കെയും പശ്ചാത്തലത്തിൽ വിവിധ നാടുകളിൽ, ജമ്മു കാശ്മീരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി വരാനുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെയും ഭാഗമായി 3ഓളം സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഇപ്പോൾ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇന്ത്യൻ റെയിൽവേ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല ൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ IPL മത്സരമടക്കം റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് ക്രിക്കറ്റ് ബോർഡ് പോകും. അത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഒരു ഇടത്ത് പുരോഗമിക്കുന്ന സാഹചര്യമാണ്. വിമാനത്താവളങ്ങൾ പൂർണ്ണമായും കടുത്ത ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് പോകുന്നു. കടുത്ത ജാഗ്രതയിലേക്ക് എല്ലാവരെയും കൃത്യമായും പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് മാത്രമാണ് യാത്രക്കാരെയൊക്കെയും വിമാനത്താവളങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. അത്തരത്തിൽ ക്രമീകരണങ്ങൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നു. ദില്ലിയിലടക്കം ഇത് സംബന്ധിച്ച കനത്ത സുരക്ഷയാണ് ശക്തമാക്കിയിട്ടുള്ളത്. അർദ്ധസൈനിക വിഭാഗത്തിലുള്ള എല്ലാവരെയും ജോലിയിലേക്ക്, അവധിയിൽ പോയവരെയൊക്കെയും തിരിച്ചു വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ജാഗ്രതയുടെയൊക്കെയും പശ്ചാത്തലത്തിൽ അവരെ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുകയാണ്. ദില്ലിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപത്തു നിന്നും ഇവാക്യുവേഷൻ പ്രോസസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കടുത്ത ജാഗ്രതയിലേക്ക് തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ പ്രകോപനങ്ങളിൽ കനത്ത തിരിച്ചടി തന്നെ സൈന്യം നൽകും. വ്യോമസേന താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുവാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംയുക്ത സേന അത്തരത്തിൽ തന്നെ വിന്യസിച്ചുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായ നിരീക്ഷണങ്ങളും ജാഗ്രതയോടെയും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെയും ഭാഗമായാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിട്ടുള്ള 50ഓളം ഡ്രോണുകളെയും മിസൈലുകളെയും ഇല്ലാതാക്കാൻ, നിഷ്പ്രഭമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ കടുത്ത ജാഗ്രതയോടെ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ശരത്.